പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം എൽസ-3 എന്ന ലൈബീരിയൻ കപ്പൽ അറബിക്കടലിൽ മുങ്ങിത്താഴുന്നൊരവസ്ഥയുണ്ടായി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വലിയ വാർത്തയുണ്ടായിരുന്നു. ഈ കപ്പൽ അറബിക്കടലിൽ മുങ്ങിയ ശേഷം കൊച്ചി തീരത്തുനിന്ന് നിരവധിയായ കണ്ടെയ്നറുകളാണ് തെക്കൻ കേരളത്തിലേക്ക് ഒഴുകി വരുന്നത്. കാലാവസ്ഥ വളരെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലും കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് കൊച്ചിയിൽ നിന്ന് നിരവധിയായ കണ്ടെയ്നറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം, തിരുവനന്തപുരം തീരത്തേക്ക് വന്നത്. ഏകദേശം 34ഓളം കണ്ടെയ്നറുകളാണ് വർക്കല, തിരുവനന്തപുരം ഭാഗത്തുള്ള കടൽ തീരത്ത് അടിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഇപ്പോൾ ചെറിയരിക്കൽ ബീച്ചിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇതിൽ മാരകമായ ദോഷമുള്ള വസ്തുക്കളൊന്നുമില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. പഞ്ഞിക്കെട്ടോ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ മാത്രമാണ് ഈ കണ്ടെയ്നർ ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ് നമുക്ക് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ കണ്ടെയ്നറുകൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുള്ള വിവിധ കടൽ തീരത്ത് അടിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതിൽപ്പെട്ട ഒരു കണ്ടെയ്നറാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് മറ്റ് കടലിനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ മനുഷ്യർക്കോ ദോഷമുള്ള വസ്തുക്കളില്ല എന്ന് തന്നെയാണ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ രാത്രി 9:30-11 മണിയോട് കൂടിയാണ് ഈ കണ്ടെയ്നർ ഈ തീരത്തേക്ക് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് NDRFൻ്റെയും അതുപോലൊപ്പം തന്നെ തീരസുരക്ഷാ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും പോലീസും അടക്കം പരിശോധന നടത്തുകയും ജനങ്ങൾക്ക് ശക്തമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ തെക്കൻ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ വന്ന് അടിയുമെന്നാണ് അധികാരികൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ വലിയ ജാഗ്രതയാണ് പോലീസും അധികാരികളും പുലർത്തേണ്ടതെന്ന് നാട്ടുകാരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ ലൈബീരിയൻ കപ്പലുണ്ടായിരുന്ന മുഴുവൻ നാവികരെയും രക്ഷപ്പെടുത്തിയ ഒരു കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഈ കാലവർഷം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഇപ്പോൾ കടലും പ്രക്ഷുബ്ധമാണ്. അതിൻ്റെ ഭാഗമായി കടൽ ഇങ്ങനെ കരയിലേക്ക് വരുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും തീരപ്രദേശത്തുള്ള ആളുകൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കണം. കാരണം ആ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് കപ്പലിലെ മറ്റു കണ്ടെയ്നറുകളിൽ മനുഷ്യരും മത്സ്യസമ്പത്തിനുമൊക്കെ ദോഷകരമായി മാറുന്ന കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ കപ്പലുമായി ബന്ധപ്പെട്ട അധികാരികളും കോസ്റ്റ് ഗാർഡും തീരദേശ സംരക്ഷണ സമിതിയൊക്കെ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളുമില്ല. പക്ഷേ അത്തരം ബുദ്ധിമുട്ടുള്ള പല വസ്തുക്കളും ആ കപ്പലിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ തീരദേശത്തുള്ള ആളുകൾ തീർച്ചയായും ജാഗ്രത പുലർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയഴിക്കുന്ന ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.